അങ്ങനെ ഡബിൾ മീനിങ് ആണ് ഇപ്പം. വാർത്തകൾ നിറയെ ഡബിൾ മീനിങ് ആണ്. ബോച്ചയ്ക്ക് ശേഷം നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ഡബിൾ മീനിങ്ങിൻ്റെ പേര് പെട്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, പക്ഷേ അത് കേട്ട് കഴിയുമ്പോൾ, അതായത് ഈ അരുൺകുമാർ പറഞ്ഞ കാര്യം കേട്ട് കഴിയുമ്പം എനിക്ക് വലിയ ഡബിൾ മീനിങ് പറഞ്ഞതുപോലെയൊന്നും തോന്നിയില്ല. ചിലവരുണ്ട് ബോച്ചയെയും അരുൺകുമാറിനെയും ഒരേ ഇതിനകത്ത് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നവർ. പക്ഷെ ബോച്ച എന്ന് പറയുന്ന മനുഷ്യൻ എന്തെടുത്താലും അത്ര വൾഗറായിട്ടുള്ള രീതിയിൽ ഡബിൾ മീനിങ് പറയുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അരുൺകുമാർ അങ്ങനെയല്ല. അതുപോലെ തന്നെ അരുൺകുമാർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാലും അത് അത്ര വലിയൊരു ഡബിൾ മീനിങ്ങിന് സ്വമേധയാ കേസ് എടുക്കേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടോ ബാലാവകാശ കമ്മീഷൻ? ഇനി അഥവാ എന്തെങ്കിലും പരാതി ഉണ്ട് എങ്കിൽ ആ കുട്ടി ആരുമില്ലാത്ത കുട്ടിയൊന്നുമല്ല. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ബന്ധുക്കാരുണ്ട്, എല്ലാവരും ഉള്ള കുട്ടിയാണ്. ഇനിയിപ്പം ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എങ്കിൽ പോലും പരാതിക്കാർക്ക് കേസില്ല എന്ന് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം നീണ്ടുപോകും എന്നെനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മറ്റേ പ്രവീൺ പ്രണവ് വിഷയത്തിൽ പ്രവീണിനെയും പ്രവീണിൻ്റെ ഭാര്യേനെയും വീട്ടുകാർ അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതായിട്ടൊന്നും അറിവില്ല. ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇരയായിട്ടുള്ളവർ ഞങ്ങൾക്കതിൽ കുറ്റമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നതായും കേട്ടിരുന്നു. അപ്പം ചിലവരുണ്ട്, അതായത് റിപ്പോർട്ടർ ചാനലിനോടുള്ള ദേഷ്യം കാരണം എല്ലാ വാർത്താ ചാനലുകാരും ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മറ്റൊന്നുമല്ല, റിപ്പോർട്ടർ ചാനലുകാർ പെട്ടെന്ന് ഇങ്ങ് വന്ന് പെട്ടെന്ന് ഒറ്റയടിക്ക് വളർന്ന് പന്തലിച്ചവരാണ്. അതായത് 24 ന്യൂസിനേക്കാളും ഏഷ്യാനെറ്റിനേക്കാളും മാതൃഭൂമിയിനേക്കാളും മറ്റെല്ലാ ന്യൂസ് ചാനലുകാരേക്കാളും കൂടുതൽ റേറ്റിംഗ് ഉള്ളൊരു ചാനലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ 24 എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ചെറിയത് കേൾക്കുമ്പോഴത്തേനും പെട്ടെന്ന് വാർത്തകൾ കൊടുക്കാനും റിപ്പോർട്ടർ ചാനലിൽ എങ്ങനെ അടിച്ച് താഴെ ഇടണമെന്ന് ചിന്തിക്കാനും നടക്കുന്ന ഒരുപാട് വ്യവസായികളും അല്ലാതെയുള്ള ഈ വാർത്താ ചാനലുകാരും ടെലിവിഷൻകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ, അതായത് ഇവരാദ്യം ഒരു റീൽ എടുക്കുന്നു. അതായത് മണവാട്ടി, ഒപ്പനയുടെ മണവാട്ടി പെൺകുട്ടി അതുമായിട്ട് റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ ഒരു റീൽ പോലെയുള്ള സംഭവം എടുക്കുന്നു. അത് എനിക്ക് തോന്നുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു അനുവാദത്തോടു കൂടി തന്നെയായിരിക്കാം ആ റീൽ എടുത്തിട്ടുണ്ടാകുക. റീല് പോലൊരു സാധനമാണ് എടുത്തത്. അതിനുശേഷം ഇവർ റിപ്പോർട്ടേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കും. അരുൺകുമാർ ചോദിക്കുകയാണ്, ആ മണവാട്ടിക്കുട്ടീനെ പിന്നെ കണ്ടോ എന്നുള്ള രീതി ചോദിക്കുന്നു. അതായത് ചെറിയൊരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ചെറിയൊരു ആ കുട്ടീനെ കളിയാക്കുന്ന രീതിയിലല്ല, ആ റിപ്പോർട്ടറെ കളിയാക്കുന്ന രീതിയിലൊന്ന് ചോദിച്ചതാണ്. പക്ഷേ ഇപ്പോഴത്തെ വാർത്താ ചാനലുകാരുടെയൊക്കെ അവസ്ഥ അറിയില്ല. അതായത് പണ്ടത്തെ പോലെ എവിടെയെങ്കിലും ഒരു ടേബിളിൽ വന്നിരുന്ന് ഭയങ്കരമായി ഒഫീഷ്യൽ ലാംഗ്വേജിൽ സംസാരിക്കുന്ന വാർത്താ പരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. കാരണം ആൾക്കാർക്ക് അതൊന്നും കാണാൻ താല്പര്യമില്ല. ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര കാഷ്വലായിട്ട് സംസാരിക്കുന്നത് കാണാനാണ് ആൾക്കാർക്ക് താല്പര്യം. അപ്പോൾ നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചതാണ്. പക്ഷെ ഓവറായി കഴിഞ്ഞാൽ അതും അബദ്ധമാണ്. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞത് എത്രത്തോളം ഓവറായി എന്നെനിക്ക് ഡൗട്ടുണ്ട്. കാരണം അത്ര ഓവറായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. അതൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പം ആരെന്ത് പറഞ്ഞാലും ഒരു ഡബിൾ മീനിങ് അതിനകത്ത് ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ബോച്ചെ പറയുന്നത് പോലെ അല്ല കേട്ടോ. ബോച്ചന് ഒരു കാലത്ത് ന്യായീകരിക്കാൻ പറ്റില്ല. അയാൾക്കിത് എത്രയോ വീഡിയോകൾ ഞാൻ ചെയ്തു. അയാളെന്ന് പറയുന്ന മനുഷ്യൻ കടുത്ത ഡബിൾ മീനിങ് ആണ്. അയാൾക്കിത് കിട്ടേണ്ടതാണ്. പക്ഷെ വേറൊരു സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പം നമ്മളിപ്പോൾ ഒരു കുട്ടീനെ കണ്ട ആ കുട്ടീനോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഡബിൾ മീനിങ് വേണ്ടവർക്ക് കണ്ടുപിടിക്കാം എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പം. അപ്പോൾ തന്നെ കേസ് എടുക്കുന്നു, അപ്പോൾ തന്നെ ജയിലിൽ കൊണ്ടടയ്ക്കുന്നു എന്നുള്ളൊരു സ്ഥിതി. അപ്പം ഈ ഡോക്ടർ അരുൺകുമാറിൻ്റെ കാര്യത്തിലും എനിക്ക് അത്രയും തന്നെയാണ് തോന്നിയിട്ടുള്ളൂ. കാരണം അരുൺകുമാർ പറഞ്ഞതിൽ ഡബിൾ മീനിങ് കണ്ടുപിടിക്കേണ്ടവർക്ക് കണ്ടുപിടിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ചിലർ പറയുന്നത് പോലെ ബോബി ചെമ്മണ്ണൂരിനെയും അരുൺകുമാറിനെയും ഒറ്റ ഇതിനകത്ത് കൂട്ടിക്കെട്ടേണ്ട ആൾക്കാരൊന്നുമായിട്ട് എനിക്ക് ഇതേവരെ തോന്നിയിട്ടില്ല. കാരണം ബോച്ചയുടെ ലെവല് ലോ ലെവലാണ്. അത് പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. അപ്പം ഒരവസരം കിട്ടിക്കഴിഞ്ഞപ്പം ഉപയോഗിക്കേണ്ടവരെല്ലാവരും ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് അരുൺകുമാർ അങ്ങനെ ഒരു കുട്ടിയോട് മോശമായി പെരുമാറുന്ന രീതിയിൽ സംസാരിച്ചു, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ കുട്ടികളെ മോശമായി ദ്വയാർത്ഥ പ്രയോഗത്തിൽ കാണുന്ന രീതിയിൽ സംസാരിച്ചു കണ്ടു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആ വീഡിയോസ് കണ്ടിട്ട്. പിന്നെ ഓരോ ചാനലുകാരും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒഫീഷ്യലായി പോയിരുന്ന് സംസാരിക്കുന്ന വാർത്താ ചാനലുകളുടെയൊക്കെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ടൊക്കെ നമ്മൾ മോർണിംഗ് ഷോ എന്ന് പറഞ്ഞൊരു പരിപാടിയൊന്നുമില്ല. എല്ലാവരും നേരെ വന്നിരിക്കുന്നു, ടേബിളിൻ്റെ പക്കത്തിരിക്കുന്നു,
കൈ ഇങ്ങനെ വെക്കുന്നു, സംസാരിക്കുന്നു, എണീറ്റ് പോകുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. യൂട്യൂബ് എടുക്കും, ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അങ്ങനെ വളരെ ആൾക്കാരെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് എന്ന് കരുതി എന്നും വായി തോന്നുന്നത് വിളിച്ച് പറയാം എന്നല്ല. പക്ഷേ ഇതിനകത്ത് അരുൺകുമാർ സംഘവും അത്രത്തോളം വൾഗറായിട്ടുള്ള രീതിയിൽ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നതായിട്ട് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയില്ല. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ആ കമൻറ്റുകളും കാണാൻ സാധിച്ചത്. പിന്നെ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടിക്ക് പിന്നീട് പറയാനുള്ളത് ആ കുട്ടീനെ അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേസെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ആ കുട്ടിക്കും കുട്ടിയുടെ പാരൻസിനും കുഴപ്പമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഇത് കാണിക്കുന്നത് എന്നറിയില്ല. അപ്പോൾ എത്ര നേരം അല്ലെങ്കിൽ എത്ര കാലം ഈ കേസ് മുന്നോട്ട് പോകും, എത്രത്തോളം വാല്യൂ ഈ കേസിനുണ്ടാകും എന്നുള്ള കാര്യവും സംശയമാണ്. ഇപ്പോൾ സ്വമേധയാ ആർക്ക് വേണമെങ്കിലും കേസെടുക്കാം. ഇരയായിട്ടുള്ള എനിക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ അതായത് വലിയൊരു വിഷയത്തിനല്ല, ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊക്കെ ഇരയായിട്ടുള്ള എനിക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ ഈ കേസ് എവിടം വരെ പോകും, എന്തൊരു നിലനിൽക്കും എന്നുള്ള കാര്യം സംശയമാണ്. എന്താണെങ്കിലും ഇപ്പോൾ ആർക്കും ആരോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ നിന്ന് സംസാരിക്കുമ്പോഴാണെങ്കിലും നോക്കി സംസാരിക്കുക, അത്ര ശ്രദ്ധിച്ച് സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഡബിൾ മീനിങ്ങിലാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ദിവസം അകത്ത് പോയി കിടക്കേണ്ടി വരും. അകത്ത് പോയി കിടക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണും. അത് എത്ര വലിയവനാണെങ്കിലും അകത്ത് പോയി കിടക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാണെങ്കിലും അരുൺകുമാറിൻ്റെ കേസ് ആ വഴിക്ക് പോട്ടെ, ബോച്ചൻ്റെ കേസ് ഈ വഴിക്ക് പോട്ടെ. ഇനി എത്ര ഡബിൾ മീനിങ് കേസ് വരുമെന്ന് അറിയാം, കണ്ടറിയാം.